ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തലിനോടുള്ള നിലപാടിൽ മലക്കം മറിഞ്ഞ ആരോഗ്യമന്ത്രി. ഡോക്ടർ ഹാരിസിനെതിരായ നടപടി സ്വാഭാവികമെന്ന് മന്ത്രി വീണ ജോർജ്. അച്ചടക്ക ലംഘനം ഉണ്ടായെന്ന് മന്ത്രി. നടപടി എടുക്കാതിരിക്കാൻ കഴിയില്ലെന്നും മന്ത്രി. അതേസമയം അച്ചടക്ക ലംഘനത്തെക്കുറിച്ച് വികാരാധീനനായി ഹാരിസിന്റെ പ്രതികരണം. അന്വേഷണ സമിതിയിൽ ഉണ്ടായിരുന്നവർ തനിക്കൊപ്പം പലയിടങ്ങളിൽ പ്രവർത്തിച്ചവർ ആയിട്ട് പോലും തനിക്കെതിരായ റിപ്പോർട്ട് നൽകിയെന്ന് ഹാരിസ്. സർവകലാശാലകളിലെ സ്ഥിരം VC നിയമനത്തിൽ മുൻകൈയെടുക്കാൻ രാജ്ഭവൻ. സർക്കാരുമായുള്ള സമവായ ചർച്ചകൾ നാളെ തുടങ്ങും. സമവായത്തിലൂടെ സ്ഥിരം VCമാരെ നിയമിക്കും. സർവകലാശാലകളിലെ പ്രതിസന്ധി പരിഹരിക്കാനാണ് ശ്രമമെന്ന് രാജ്ഭവൻ. ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലറായി ഡോക്ടർ സിസ തോമസ് തുടരും. സാങ്കേതിക സർവകലാശാലയിൽ ഡോക്ടർ ശിവപ്രസാദും തുടരും. സുപ്രീം കോടതി വിധി അനുകൂലമെന്നാണ് രാജ്ഭവന്റെ വിലയിരുത്തൽ. സ്കൂൾ വേനലവധി മാറ്റുന്നത് എല്ലാവരോടും ആലോചിച്ച് മാത്രമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. അടിച്ചേൽപ്പിക്കുന്ന തീരുമാനം ഉണ്ടാകില്ലെന്നും മന്ത്രി ന്യൂസ് 18നോട്. ഫിറ്റ്നസ് ഇല്ലാത്ത ഒരു സ്കൂളിനെയും പ്രവർത്തിക്കാൻ അനുവദിക്കില്ല. സർക്കാർ ശമ്പളം മേടിക്കുന്നവർ സർക്കാരിന്റെ ഉത്തരവുകൾ പാലിക്കണമെന്നും മന്ത്രി. TP വധക്കേസ് പ്രതി കൊടി സുനിയുടെ പരോൾ റദ്ദാക്കി. ജാമ്യവ്യവസ്ഥ ലംഘിച്ചതിനെ തുടർന്നാണ് പരോൾ റദ്ദാക്കിയത്. വയനാട് മീനങ്ങാടി പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന വ്യവസ്ഥ ലംഘിച്ചതിനാണ് പരോൾ റദ്ദ് ചെയ്തത്. സുനി അയൽ സംസ്ഥാനത്തേക്ക് പോയെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. ജൂലൈ 21-നാണ് കൊടിസുനിക്ക് പരോൾ നൽകിയത്. ജാമ്യം റദ്ദാക്കിയതിനെ തുടർന്ന് സുനിയെ തിരികെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം അവസാനിച്ചു. 52 ദിവസങ്ങൾക്ക് ശേഷം യന്ത്രവൽകൃത ബോട്ടുകൾ കടലിലിറങ്ങി. കാലവർഷവും കപ്പലപകടവും ഉണ്ടാക്കിയ നഷ്ടത്തിൽ നിന്ന് കരകയറാനാകുമെന്ന പ്രതീക്ഷയിൽ മത്സ്യത്തൊഴിലാളികൾ. കൊല്ലം ശക്തികുളങ്ങരയിൽ മത്സ്യബന്ധനത്തിന് പോയ ബോട്ട് മറിഞ്ഞു. 12 പേർ ബോട്ടിലുണ്ടായിരുന്നു. നീന്തി രക്ഷപ്പെട്ടു. ട്രോളിംഗ് നിരോധനത്തിന് ശേഷം പുലർച്ചെ കടലിൽ പോയ ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. ശക്തികുളങ്ങര സ്വദേശി രാജുവിന്റെ ഉടമസ്ഥതയിലുള്ള ഹല്ലേലൂയ എന്ന ബോട്ടാണ് മറിഞ്ഞത്. പരിക്കേറ്റവർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. കൊല്ലം അഞ്ചാലമ്മൂട് യുവതിയെ കുത്തിക്കൊന്ന കേസിൽ പ്രതിയായ ഭർത്താവ് പിടിയിലായി. കല്ലുവാതുക്കൽ സ്വദേശി ജിനു ആണ് പിടിയിലായത്. ഭാര്യ രേവതിയെ ജോലിക്ക് നിൽക്കുന്ന വീട്ടിൽ കയറിയാണ് പ്രതി ആക്രമിച്ചത്. മണിക്കൂറുകൾക്ക് ശേഷം ശൂരനാട് നിന്നാണ് ഇയാൾ പിടിയിലായത്. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. രേവതിയുടെ നിലവിളി കേട്ടെത്തിയ നാട്ടുകാർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിച്ചിരുന്നു. ധർമ്മസ്ഥലയിൽ തെരച്ചിൽ തുടരുന്നു. 8ാം പോയിന്റിൽ ഇന്ന് നിർണായകമായ തെരച്ചിൽ. കൂടുതൽ മൃതദേഹം കുഴിച്ചിട്ടിട്ടുണ്ടെന്ന ശുചീകരണ തൊഴിലാളിയുടെ മൊഴി. 8ാം പോയിന്റിലെ പരിശോധന നിർണായകമാണ്. ലൈംഗിക പീഡന പരാതിയിൽ വേടന്റെ സുഹൃത്തുക്കളെയും ചോദ്യം ചെയ്യാൻ പോലീസ്. പരാതിക്കാരി മജിസ്ട്രേറ്റിന് മുന്നിൽ രഹസ്യമൊഴി നൽകും. മുൻകൂർ ജാമ്യം തേടാൻ വേടൻ. ഛത്തീസ്ഗഡിൽ ജയിലിലായ കന്യാസ്ത്രീകൾ ഇന്ന് ജാമ്യാപേക്ഷ നൽകും. ജാമ്യത്തിന് അനുകൂലമായ നിലപാടുണ്ടാകുമെന്ന മന്ത്രി അമിത്ഷായുടെ ഉറപ്പിൽ വിശ്വസിച്ച് കന്യാസ്ത്രീകൾ. നിർബന്ധിച്ച് കൊണ്ടുപോയതല്ലെന്ന് തുറന്നു പറഞ്ഞ് പെൺകുട്ടികൾ. ഹമാസിനെതിരെ ട്രംപ്. അമേരിക്ക സഹായമായി എത്തിക്കുന്ന ഭക്ഷണവും പണവും കൈക്കലാക്കുന്നുവെന്ന് ട്രംപിന്റെ ആരോപണം. പട്ടിണിയിലായ ഗസയ്ക്ക് $16 മില്യൺ അമേരിക്ക നൽകിയെന്നും അവകാശവാദം. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ചുമത്തിയ തീരുവ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. ഇംഗ്ലണ്ടിനെതിരായ അവസാന ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ പതറുന്നു. ആദ്യ ദിവസം 6 വിക്കറ്റ് നഷ്ടമായി. അർദ്ധ സെഞ്ചുറി നേടിയ കരുൺ നായരും വാഷിംഗ്ടൺ സുന്ദറും ക്രീസിൽ. പരമ്പരയിൽ 2-1 ഇംഗ്ലണ്ട് മുന്നിൽ.